ഹലോ, ഇത് പോസ്റ്റ് മാനോ? ആ പോസ്റ്റ് മാനോ പറഞ്ഞോ. പിന്നെ എനിക്ക് നമ്മളെ ഇവിടെ പോസ്റ്റ് ഓഫീസിലേക്ക് ഒന്ന് വരണ്ടേനോ? അത് ശരിക്കും ഇപ്പം പോസ്റ്റ് ഓഫീസ് എവിടെയല്ലേ? പോസ്റ്റ് ഓഫീസാ? നിങ്ങള് ബസ്സിൽ കയറുക? ആ ബസ്സിൽ വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എടുത്ത് ഇറങ്ങുക. എനിക്ക് റെയിൽവേ സ്റ്റേഷനിലെല്ലാം വരണ്ടേ, എനിക്ക് പോസ്റ്റ് ഓഫീസിലും വരണ്ടേ? അതന്നെ പറഞ്ഞേ, റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നേരെ വടക്കോട്ട് റെയിൽപാളത്തിന്റെ സൈഡിൽ കൂടെ വടക്കോട്ട് നടക്കുക. വടക്കോട്ടേക്ക് നേരെ പോവാഞ്ഞിട്ട് നേരെ പോയാൽ ഒരു ബിൽഡിംഗ് കാണാം. ആ ട്രാക്കിന്റെ സൈഡിൽ തന്നെയാ? ട്രാക്കിന്റെ സൈഡിൽ തന്നെ ഒരു ബിൽഡിംഗ് കാണാം. ആ ബിൽഡിംഗ് ആ ബിൽഡിംഗ് അതല്ല, അത് ഭ്രാന്താശുപത്രിയാണ്. എന്റെ അമ്മ ബ്രാഞ്ചാശുപത്രി അല്ല, എനിക്ക് നമ്മുടെ പോസ്റ്റ് ഓഫീസിലേക്കേനു. ഭ്രാന്താശുപത്രിയിലെ ബിൽഡിംഗ് അടുത്തൊരു ബിൽഡിംഗ് കാണാം. രണ്ടാമത്തെ ബിൽഡിംഗ് പോസ്റ്റ് ഓഫീസ്? അതല്ല പോസ്റ്റ് ഓഫീസ്, അത് പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ. ആ പിന്നെ പോസ്റ്റ് ഓഫീസ് എവിടെയോ? അത് മൂന്നാമത്തെ ബിൽഡിംഗ് ആണ് പോസ്റ്റ് ഓഫീസ്. മൂന്നാമത്തെ ബിൽഡിംഗ് പോസ്റ്റ് ഓഫീസിലെ. ആ ശരി, എനിക്കൊരു കിസാന്റെ പൈസ വാങ്ങുക എങ്ങോട്ട് വരണേനോ? എന്നെ വെക്കട്ടെ. ശരി ശരി ശരി. மக அக்கா வக ஜனக்குருத்தி இருந்தாலே தவளுக்கு ரெடி சொல்லி பாசமுத்தம் தந்தாலே கதலிச்ச சந்தோஷத்தில் ஆகாயத்துல பறந்தேன்டா பிள்ளை ஒண்ணு இருந்தாண்டா மாமந்தார அவன் தாண்டா அழகிய கொடியே என்னோடு பாம்பா ஓ அவன பாத என் பின்னாடி பாம்பா ஏ அழகிய கொடியே நீ என்னோடு பாம்பா ஓ அவன பாத என் பின்னாடி பாம்பா அக்கா மக அக்கா வக ஜனக்குருத்தி இருந்தாலே தவளுக்கு ரெடி. ഹലോ, മാറ്റേനു എന്താ മാറ്റം വെച്ച് കേട്ടോ? അത് മാറ്റി പഠിക്കണ്ട. ഇവിടുത്തെ എല്ലാ കാര്യം ഞാൻ നോക്കിക്കോളും. മാറ്റ എത്ര വലിയൊരു പ്രശ്നമില്ല. ഞാൻ അതുപോലെ കാര്യം നോക്കി ഇതാണ് ഇപ്പോഴത്തെ കാലത്ത് ഒരു സഹായം ചെയ്യാൻ പാടില്ല. ഒരു പോസ്റ്റ് മാഷാണെങ്കിൽ ഞാൻ സഹായിക്കാൻ വിചാരിക്കാം. അല്ലെങ്കിൽ തന്നെ ഈ MTS എന്ന് പറഞ്ഞാൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എല്ലാ പണിയെടുക്കണ്ടേ? പോസ്റ്റ് മാഷ പണിയെടുക്കാൻ എന്താ? ഇതാണ് ഇക്കാലത്ത് ഒരു സഹായം ചെയ്തതാണ്. ആണെങ്കിൽ എന്തിന് കത്തല്ല കഴിച്ചേ? നിങ്ങളെ ഭർത്താവ് ഓടി കഴിച്ചേ? ഭർത്താവ് ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഭർത്താവ് എന്നെ വരണം കത്ത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു രജിസ്റ്റേർഡ് കത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് അയക്കുന്ന ആൾക്ക് ഒരു വിശ്വാസമുണ്ട്, ഇതാർക്ക് കൊടുക്കണമെന്നില്ല. ആ വിശ്വാസം ഞാൻ പോസ്റ്റ് ഓഫീസുകാർക്ക് കാത്തു രക്ഷിക്കണം. അതുകൊണ്ട് ഭർത്താവിന് കത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് മാത്രം അവൾക്ക് ഓറ് വരണം. വിശ്വാസമല്ല, നിങ്ങളെ വിശ്വാസമല്ലേ പറയുന്നത്? ഞാക്ക് ഒരു വിശ്വാസമുണ്ട്. ഭർത്താവ് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എല്ലാം പറയണം. കത്ത് വരുമ്പോ ആരെ പേരില്ലാന്നോ കത്ത് വരുന്നത് അത് ഒരിക്കൽ തന്നെ കൊടുക്കണം. അതാ വിശ്വാസം. അതിൽ വിളിച്ചു പറഞ്ഞു. ഹലോ ഹലോ, പരാതി തരേണ്ട ആളല്ലേ? ഹലോ, ഞാൻ കുറുക്കന്നൂര പോസ്റ്റാണ് വിളിക്കുന്നത്. ഞാനെന്താ രജിസ്റ്റേഡ് കത്തിന് വരുന്ന മാറ്റം വല്ലാണ്ട് മാനസികമായി ചിന്തിച്ചിട്ട് ഒരു സ്ത്രീയാണെന്നുള്ള ബോധം കൂടി ഇല്ലാണ്ട് വല്ലാണ്ട് ചിന്തിച്ചു. അതുകൊണ്ട് കാര്യം ഇതിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ചിട്ട് അതിന് വേണ്ട സംഗതികൾ ചെയ്യണം. നല്ല പോലെ ചിന്തിച്ചിട്ട് അതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കണം. പോസ്റ്റ് മാസ്റ്റർ സുരേഷ്.
കേൾക്കുന്നുണ്ടോ? LFT അല്ല LFT. കേൾക്കുന്നുണ്ടോ? ആ അതന്നെ നിങ്ങൾ വേണ്ട നടപടി എടുക്കണം. ഞാൻ അത്രയും മാറ്റി മാറ്റി നിങ്ങൾ എന്തിനാ ഫോൺ പറയുന്നത് എന്നോടല്ലേ? ഞാൻ അപ്പൊ എന്നോടെല്ലാവരും ചിന്ത പറയുള്ളൂ. ആര് ഞാനില്ലാത്ത സമയത്ത് ഇവിടെ പോസ്റ്റുമായിട്ട് പണിയെടുക്കുന്നത് എന്തെല്ലാന്ന് ഇനി ഞാനൊന്ന് പറയട്ടെ. ഹലോ എന്താ പറഞ്ഞേ? ഇനി ഞാനൊന്ന് പറയട്ടെ. നമ്മൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ട് എല്ലാ കത്തും ഞങ്ങൾക്ക് തരില്ലേ? ഈ പാസ്പോർട്ട് വെച്ചാൽ വേറെ ആൾക്ക് കൊടുക്കാൻ പാടില്ല ഇവിടുത്തെ പോസ്റ്റ് പറയുന്നത്. അല്ലാത്ത സാധനം ഒരു വേറെ പാസ്പോർട്ട് വേറെ കൊടുക്കാം, പക്ഷെ കൊടുക്കില്ല. നിങ്ങൾ കാര്യം ചെയ്യാം, നേരെ സൂപ്പറിന്റെ ഓഫീസിൽ പോവാം. സൂപ്പറിന്റെ ഓഫീസിൽ പോയിട്ട് സൂപ്പറിന്റെ ഓർഡർ ഇടുവാണെങ്കിൽ പാസ്പോർട്ട് തരാമെന്നുള്ള വകുപ്പുണ്ട്. അത് നിങ്ങൾ ഞാൻ പറഞ്ഞാൽ ഒന്നാ പറയരുത്. ഇവിടുത്തെ പോസ്റ്റ് മാഷി ഉത്തം പോലെ പോസ്റ്റ് മാഷി പേര് സുരേഷ് പറഞ്ഞാൽ നക്ഷത്രം ചാതയെ അതും കൂടെ പറഞ്ഞു. എല്ലാ കുഴപ്പം തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടാളും കാരണം ഞാനിപ്പോ വണ്ടി റിട്ടേണിലേക്ക് പോകേണ്ടി വരും. ഇങ്ങനെ അടുത്ത പരിപാടി ഇങ്ങനെ ഉണ്ടാക്കും. എല്ലാം എനിക്ക് തലയിലൊക്കെ നേടിയാളെ നോക്കി കല്യാണം കിട്ടുന്നത് ഏത് നോക്കി കല്യാണിക്കുന്നത്? ഏതോ അത് ബ്യൂട്ടി പാർലറോ മറ്റേ വിമൻസ് കോളേജ് ഉണ്ടല്ലോ, ഭ്രാന്താശുപത്രി. ആടെ പോയി കല്യാണം കഴിഞ്ഞാൽ ആടെ പെണ്ണുങ്ങളുടെ ഇവിടെ കഴിഞ്ഞാൽ നീ ഏറ്റെടുക്കോ? നീ ഏറ്റെടുക്കോ? ഞാൻ ഏറ്റെടുക്കും. എല്ലാം അതും എന്റെ തലയിലാവും. അതുകൊണ്ടാ പറഞ്ഞു നിങ്ങൾ പണിയെടുത്തോ കേട്ടാ. അതിന്റെ കാരണം ട്രെയിനിന്റെ ശബ്ദം ഇങ്ങനെ പോകുന്നുണ്ടോ? വേറൊരു കാര്യം കൂടെ എനിക്ക് പറയുന്നത്, നമ്മള് പാലാട്ടല്ലേ സംഗതി മറവിലോട്ടാണ്. അതിന്റെ കാരണം കാര്യം ഇതിനോട് ഇങ്ങനെ ട്രെയിനിന്റെ ശബ്ദം 10-25 കേട്ട് മറവിലോട്ടാണ്. അതുകൊണ്ട് മാസം കാര്യം ചെയ്യണം. ഒന്നെങ്കിൽ പോസ്റ്റ് ഓഫീസ് കൊണ്ട് മാറ്റണം, അല്ലെങ്കിൽ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റോ മെമ്പർക്കോ ആർക്കെങ്കിലും ശബ്ദം എനിക്ക് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് മാറ്റണം. എന്തുകൊണ്ട് മാറ്റും? ഈ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പറിന്റെ നിവേദനം കൊണ്ട് മാറ്റി തെറ്റുകളാണെന്ന് കെട്ടോടല്ല. ഇത് ഇന്ത്യൻ റൈറ്റ്. ഇന്ത്യ എന്താണ്? സെൻസ് ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. ഞാനാണോ ചന്തി വെച്ച് കാട്ടി പോകുന്നത്? ഞാനില്ല ഇവിടെ. ആരാ മാറ്റി വെച്ച് നമ്മുടെ BPM നീതൂല്ലേ? അമ്മമ്മ BPM നീതൂല്ലേ? എടാ ഈ BPM-ന്റെ നീതു കഴിഞ്ഞ 2 മാസം മുന്നേ റീജൻ സ്റ്റാർ ഇട്ടെന്ന് പറഞ്ഞ് 80 അക്കൗണ്ടോളം അമ്മമ്മേന്റെ പേര് തുടങ്ങിയത്. നോമിനി കഴിഞ്ഞ മാസം മരിച്ചു. എടാ ഈ നോമിനി ഇതിനകത്ത് 80 അക്കൗണ്ട് ഞാനിപ്പോ ക്ലെയിം ചെയ്യാം. കല്ലിമൊക്കെ ജാഗ്രതയില്ല. കഴിഞ്ഞ വർഷം 50 അക്കൗണ്ടിട്ട് മാറ്റി കൊടുക്കുന്ന വേണം. മാറ്റി കൊടുക്കില്ല, ഒന്നും മരിക്കില്ല. എന്നാലും ഒരു ചേച്ചി ഞങ്ങളുടെ ദേവ് ചേച്ചികളിൽ ഒരു കൊല്ലം ഗ്യാരണ്ടി ഇല്ലാത്ത ആൾക്കാർ റീജൻ സ്റ്റാർ ഒറ്റക്കണക്കിന് ഇങ്ങനെ അക്കൗണ്ട് ചേർക്കും കേട്ടാ. മറ്റേ ആൾക്കാരെ ക്ലെയിം ചെയ്ത് ബാക്കി വായിക്കാമെന്നാ തോന്നുന്നു. അപ്പൊ ഭാഷ ക്ലെയിം ആരാ ചുറ്റിലാവുക? ഓഫീസിൽ 2 ആൾക്കാർ ഇൻസ്പെക്ഷന് വരുന്നുണ്ട്. ഞാൻ ടൗൺ ഏരിയയിലായതുകൊണ്ട് ചിലപ്പോ ഇവിടെ വരും. സ്വച്ഛവായത്തിന്റെ പ്രശ്നങ്ങളോട് നീറ്റാ നോക്കുക. ഇതിന്റെ കക്കൂസ് ബ്ലോക്കായിട്ട് 2 ദിവസമായി. ഇവിടെ വെള്ളമില്ല. അടുത്തായിട്ട് 3-4 ദിവസമായി. നല്ല രസമുണ്ട്. CMD ഓഫീസിൽ ആൾക്കാർക്ക് വെള്ളം ആദ്യം മാത്രമല്ല വെള്ളമില്ല. ഈ പോസ്റ്റ് ഓഫീസിൽ ഇപ്പോ ആകെയുള്ളത് ഈ 2 സാനിറ്റൈസർ മാത്രമാണ്. അത് അവകാശം ബാക്കി ഒന്നുമില്ല. അതിനെക്കൊണ്ട്
என்னை கொஞ்சம் மாற்றி என் நெஞ்சில் உன்னை ஊற்றி நீ மெல்ல மெல்ல என்னை கொல்லாதே நேற்றும் இன்றும் வேற இன்று காணும் நானும் நானா உன் பேச்சில் என்னை விட்டு செல்லாதே உன்னை ஒன்னு ഇവിടെ നെട്ടിന്റെ അമ്മാനാണോ മറുതിയല്ല പ്രശ്നം പി എം ജോബിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ ഇൻസ്പെക്ഷൻ ഉണ്ട് കത്തെല്ലാം കൊടുത്തില്ല ഇതാരോടാ വാശയായി ചോദിക്കുന്നത് ഒരു ദിവസം 10 കത്തുണ്ടെങ്കിൽ 9 എണ്ണം കൊടുക്കാൻ മറന്നു മനുഷ്യനായി ഇവരോട് അങ്ങനെ വെക്കുന്നത് കത്ത് ബാക്കി തോന്നുന്നു കാലത്തെ നിങ്ങൾ കത്തിന്റെ എന്താ ബാക്കിയില്ല എന്നോട് മാറി ദേവിയത്തിന് വൈകിട്ടു മാപ്പും എല്ലാ ദിവസവും വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ ശനിയാഴ്ചല്ലേ ശനിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ചല്ലേ എന്തെന്നായിട്ടിങ്ങനെ നോക്കുന്നേന്ന് ആരാന്നറിയാം അയ്യോ സ്ലീപ്പറല്ല സ്ലീപ്പർ ഞാൻ എത്ര കൊല്ലായി കുറുക്കമലയിലെ പോസ്റ്റ് ഓഫീസില് എത്ര കാലം എന്നിട്ട് എനിക്ക് നല്ല പേരുണ്ട് എന്നിട്ട് എപ്പോ പറയും സീപ്പറ് അല്ല ഇങ്ങനെയെല്ലാം പറയാൻ എനിക്ക് നല്ല എന്തോന്ന് പോലെ അല്ലാതെ എന്തോന്ന് പറയുമ്പോൾ അങ്ങോട്ട് അടിച്ചു വരുന്നത് നോക്കാണ്ട് കൊണ്ടുവന്നോ നിങ്ങളോട് നടന്നില്ല നോർക്കൊരു ബോധം പറ്റില്ലാണ്ടായിട്ടില്ല പോയി കത്ത് കൊടുക്കുന്നു വെയിലല്ലേ എന്റെ എത്ര വലിയ നിങ്ങൾക്ക് വളരെ പരിപാടിയില്ല എന്റെ പാലാട്ടി 600 രൂപയുടെ പണി 600 രൂപയുടെ പടവണ്ടേ ചാടിയിട്ട് അവിടെ കൈപ്പുറത്ത് അതിന് കത്തെടുക്കണ്ടേ കഴിഞ്ഞ ഇൻസ്പെക്ഷൻ 2 ആഴ്ച പ്രശ്നം അറ്റൻഷൻ ഒപ്പിട്ടില്ല കാണില്ല ഞാൻ പൊതിനായിട്ട് പുറത്ത് വെച്ചോ 2 പ്രാവശ്യം മറ്റേ ഉൾപ്പെടാത്ത പക്ഷേ ഇപ്പൊ എത്ര കാണുന്നില്ലേ വാഴന്റെ മുന്നേണ്ടോ നിങ്ങൾ ഈ മാത്രം നിങ്ങള് അവിടുത്തെ അറ്റൻഡൻസിന്റെ രജിസ്റ്റർ എടുത്താലേ പറഞ്ഞ പോലെ തന്നെ രജിസ്റ്റർ ഓർഡറുണ്ട് ഇവർക്ക് വേണം എന്റെ ദൈവത്തിൽ ഇതൊന്നും കളിക്കണ്ട എന്തിനാണ് നീ ഞാൻ കൊറേ കാലായി ഇതിന്റെ ഉള്ളിലുള്ള സാധനം എന്തെന്നാന്ന് അറിയണ്ടേ എനിക്ക് മരിക്കുന്നതിനൊക്കെ എന്റെ ഒരു ആഗ്രഹം എന്റെ കൂടി സാധിക്കൂലേ എന്റെ ദേവിയടിച്ച് ഈ സാധനം തീ പിടിച്ച് കഴിഞ്ഞാൽ അടിക്കുന്ന സാധനം അത് കാണണമെങ്കിലേ ഇപ്പൊ മിക്കവാറും നാട്ടുകാരെ ടീം ഫോട്ടോ തീ കത്തിക്കും അന്നേരം കാണാം കേട്ടാ എന്തെല്ലാം
ഇന്ന് താവാതെ കുടിക്കുന്നത് ഇതുവരെ കണ്ണ് തുറന്നിട്ടാണ് കണ്ണ് തുറന്നു പോലെ സർവീസുള്ള പോസ്റ്റ് വേണം ഞാൻ. എനിക്കിപ്പോ LHC പോസ്റ്റ് വേണമായിട്ടുള്ളവര് അങ്ങനെ പറയാൻ എന്നോട് ഇല്ല LSC 25 കൊല്ലം സീരിയസ് ആയണ്ട LSC ഇന്നെങ്കിലും അടിച്ചു തരണോ ഇന്ന് മാത്രം ഒരു ദിവസത്തേക്കാ എന്നാ പറയണ്ടേ ഞാൻ വിചാരിച്ചു മൊത്തത്തിൽ ഒരു കൊടുക്കുക. മൂന്നാണ് ആൾക്കാർ ഹലോ ഹലോ ബാലട്ടാ മാസ വിളിക്കും ചായക്കൂട്ട് വേണ്ടേ ബാലട്ടാ 100 അണ്ടി പരിപ്പ് 100 ബാലട്ടാ 200 വണ്ടി പരിപ്പ് 200 പിസ്ത 100 മുന്തിരി വേഗം ചോദിച്ച ആൾക്കാർ വേഗം എല്ലാവരും മര്യാദക്ക് നിന്നാണെങ്കിലും ഒരു സംശയം
I am the MPS. ഐസിഡി പഠിച്ചു വരുമ്പോ നമുക്കെല്ലാം ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവരും ടോപ്പിക് വാട്ട് ഈസ് ICDS? How does it compare to ഇന്ത്യൻ എല്ലാവരും നമുക്കെല്ലാവരും വന്നത് എപ്പോഴും സംഭവിക്കുന്നത് പോസ്റ്റ് ഓഫീസിൽ ഒരുപാട് ആളുകൾ You bloody person! How dare you talk like that? Postmaster! How managing your stuff? What is this? How they are doing? What is their behavior here? Got me feeling one with the madness. Got me feeling one with that truth. These days they been calling me the baddest. These days I've been coming for that look, ayy. For that look, ayy. Kill around that loose, okay. I be coming for that truth, okay. You're cray, but you ain't got a clue, ayy. Gets bloody when I'm going for that coup. Now that's how the cycle of life goes. I feel like a psycho who came with his rifle. I feel like a psycho. I follow for eulogy, so I'm telling you fight, bro. You ain't nothing new to me. You ain't never seen nobody like me. Bringing on my guns to your hot teeth. Reeling in this game that I might be sending you 6 feet deep on the map. I'm a beast, I've been classy like heat. I've been packing receipts, I've been stacking these seats. I've been passing off easy, they calling me breezy. This KO, it needs me like he on his knees for his season. Going for the throne, for the time's right. About to bring your sins to the line. There's a place and a time for the devil in disguise to be stepping to the line. Feeling one with the truth, then I'll be out chasing. அக்கமக அக்காபக ஜனக்குருத்தி இருந்தாலே கடலுக்கு ரெடி சொல்லி பாசமுத்தம் தந்தாலே கடலிச்ச சந்தோஷத்தில் ஆகாயத்துல பறந்தேன்டா பிள்ளை ஒண்ணு இருந்தாண்டா மாமந்தார அவன் தாண்டா அழகிய கொடியே என்னோடு பாமா ஓ அப்பன பாத என் பின்னாடி பாமா ஏ அழகிய கொடியே നമുക്ക് കാര്യം നോക്കണം എന്തെല്ലാം പറഞ്ഞു എല്ലാം നട്ടുകൊടുക്കട്ടെ വീടിക്കാടിക്കുന്നില്ല എല്ലാ മേഖലയും തോന്നൽ തച്ചുകൊണ്ടിങ്ങനെ ശരിയെനിക്ക് ബുദ്ധി ദൈവത്തിനുണ്ട് വേറൊരു പ്രശ്നമില്ല അതാണ് പറ്റി അത് ഈ ഓർഡർ ബുദ്ധി ഓർഡർ ബുദ്ധിയിലാണ് പക്ഷേ ഞാനിവിടെ 100,000 പ്രശ്നമാക്കി കണ്ടില്ല കാണുന്നില്ലല്ലോ പിന്നെ ജനാബിനോട് പറഞ്ഞല്ലേ തരാൻ പറ്റില്ല അച്ഛന്റെ കഴിച്ചാൽ അച്ഛനെ എന്ത് മാറ്റി പറയുന്ന ഒരാൾ പറഞ്ഞു മോളിൽ അങ്ങോട്ട് പോയാൽ രജിസ്റ്റേഡ് എന്ന് പറയുന്നത് ആൾക്കാരെ കൊടുക്കും എല്ലാം കുട്ടികളും ഇല്ലേ അങ്ങോട്ട് പോയാൽ 100,000 പണിയുണ്ട് അതെ 10ാം ക്ലാസ്സിലും പ്ലസ് ഉണ്ട് നല്ല മാർക്കോട് പാസ്സാണ് ശരിയാണ് ഇപ്പൊ കോളേജിൽ പോയി ചേർന്ന് നോക്കുമ്പോൾ ആകെ പ്രശ്നം എളുപ്പമാണ് ഇപ്പോൾ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് കോളേജിലേക്ക് വിളിക്കും അപ്പൊ അങ്ങനെ ഈ കോളേജ് അയച്ചിട്ട് കത്തില്ല ഇതിന് കോൺഗ്രസ് കാർഡ് മാർക്സിസ്റ്റ് അല്ലെങ്കിൽ ആടെ വേണമെന്നില്ല അങ്ങനത്തെ കത്താത് അതായത് ഇല്ല മറ്റേ 100% ഡെലിവറി നടത്തണം
ഞാനില്ലേ പെൺകുട്ടിയെ മാത്രം വിളിച്ചത് വയസ്സായ എന്നാ നിങ്ങളോട് രാവിലെ പറഞ്ഞത് നിങ്ങൾ എവിടെ കംപ്ലൈന്റ് എഴുതി പോയത്? രജിസ്റ്റേർഡ് കത്ത് രജിസ്റ്റേർഡ് പാർട്ടിക്കാ കൊടുക്കും. ഞങ്ങൾക്ക് ചെറിയൊരു റൂളൊക്കെ ഉണ്ട്. ചേച്ചി ഒരു കാര്യം ചെയ്യും. ഇവിടെ ഞങ്ങൾ 100,000 തിരക്കിലാണ്. അതിന്റെ ഇടയിൽ ബുദ്ധിമുട്ടിക്കുക. സത്യം പറയാം. നിങ്ങൾ എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഭർത്താവിന്റെ കത്ത് ഭർത്താവിനെ വിട്ടിട്ട് അച്ഛന്റെ കത്ത് അച്ഛനെ എന്റെ മോളെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവിടെ 100,000 പ്രശ്നമുണ്ട്. ഇവിടെ രജിസ്റ്റേർഡ് കത്ത് അച്ഛന്റെ കത്ത് അച്ഛനെ കൊടുക്കും. ഒരു കാര്യമില്ല. എന്റെ മോളെ ജീവിച്ചാലും മരിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. മരിച്ചില്ല മരിച്ചാൽ ഞങ്ങളുടെ റൂൾ പ്രകാരം ചോദ്യം പറ്റും. ആ കുട്ടി കയ്യിൽ വിളിച്ചാൽ പക്ഷേ എല്ലാരും പറയുന്നത് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ആ കുട്ടി മരിച്ചെന്നാ. യാത്രക്കാർ കണ്ടു നിൽക്കെ കോളേജ് വിദ്യാർത്ഥി ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കി. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് നാട്ടുകാർ. കോഴിക്കോട് കുറുക്കൻമൂല പോസ്റ്റ് ഓഫീസിൽ രജിസ്റ്റേർഡ് കത്ത് വാങ്ങാൻ പോയ വിദ്യാർത്ഥിയെ പോസ്റ്റ് ഓഫീസ് ജീവനക്കാർ മാനസികമായി പീഡിപ്പിച്ചതിനെ തുടർന്നാണ് കുട്ടി ആരാണ് ചേച്ചിയാണോ? എന്നൊരു സുന്ദരത്തിനോട് ആ കത്തുകൂടി എടുക്കാൻ പോകും. പക്ഷേ ഞാൻ കൂടി ചോദിച്ചേ നിങ്ങളുടെ കൂടുതലല്ലേ? കുറുക്കമൂല പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കോളേജ് വിദ്യാർത്ഥി മരിച്ച സംഭവം പോലീസ് കുറുക്കമൂല പോസ്റ്റ് മാസ്റ്ററെയും പോസ്റ്റ്മാനെയും സ്റ്റേഷനിൽ വിളിപ്പിച്ച് തെളിവെടുപ്പ് തുടങ്ങി. അത് നമ്മൾ വിചാരിച്ചു പോയിരുന്നല്ലോ. അവരുടെ അച്ഛന് വന്ന രജിസ്റ്റേർഡ് കത്ത് നമ്മൾ കരുതി പോയെന്നല്ലടോ. പിന്നെന്താ? പക്ഷെ നമ്മൾ കത്ത് കൊടുക്കാത്തതുകൊണ്ടോ നമ്മൾ ചീത്ത പറഞ്ഞുകൊണ്ടല്ലടോ ആ കുട്ടി മരിച്ചത്. പിന്നെ അവക്കും ഒരുപാട് പറയാനുണ്ടാവും നമ്മളോടും ഈ ലോകത്തോടൊക്കെ. എള്ളുവായ പൂക്കളയെ എരടുത്തും പകലയെ ആലാല ഒഞ്ചിരിപ്പ് കൊത്തുതയ്യാ അച്ചരുന്തരാട്ടിനം പോലെ സുത്തുതയ്യാ കൊല്ലയില വാഴയല കൊണ്ടടിയില കോഴിക്കുഞ്ച് അത്തനയോ ഒന്നോയപ്പെടാത്ത വഴികളിലൂടെ സഞ്ചരിക്കുമ്പോ ഉച്ചവരിൽ നിന്നും കുടിയവരിൽ നിന്നുമെല്ലാം ഞാൻ ഒരുപാട് അകന്നുപോയി. കേൾക്കാൻ പറ്റാത്തത്ര എന്നെ ഈ അവസ്ഥയിലാക്കിയ ആ കഴുകന്മാർ അവരിവിടെ തന്നെയുണ്ട്. അവരെന്റെ അനിയത്തിമാരെയും
കഴുകന്മാർ ഇറങ്ങി വന്നിരിക്കുന്നത് നിങ്ങൾക്കിടയിലേക്കാണ്. അവരേതു നിമിഷവും നിങ്ങളുടെ വാതിലിൽ മുട്ടിയേക്കാം, നിങ്ങളുടെ മക്കളുടെ കൈകൾ പിടിച്ചേക്കാം. ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. കുറുക്കംമൂല PM. Thank you.